കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സദസ്സ് വീണ്ടും വിവാദത്തിൽ. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് സുരേഷ് ഗോപി. ചേച്ചി അധികം വർത്തമാനം പറയേണ്ട, ഇഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ, നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ഇഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ അതെ അതെ, അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പോയി ഇഡി പിടിച്ചെടുത്ത കാശ് പത്രക്കാരെടുത്ത് പറഞ്ഞാൽ ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ഒന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. ഇത് ഇഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കാം. അതെന്ത് ന്യായമാണ്? ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ അല്ലേ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റി നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ, എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറ. പത്രക്കാരെടുത്താ ചോദിക്കുന്ന മുഖ്യമന്ത്രിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക്. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഈ കലുങ്കിലിരുന്നുള്ള വിവാദങ്ങൾ അങ്ങ് അവസാനിപ്പിക്കുന്ന മട്ടില്ലല്ലോ. ഇതിപ്പോ കഴിഞ്ഞ ദിവസം കൊച്ചുവേലായുധനോട് കാണിച്ചത് കണ്ടു, പക്ഷെ അതിനുശേഷവും ഇത് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നിപ്പോൾ ഈ മറുപടിയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ചേച്ചി കൃത്യമായിട്ട് മറുപടി തിരിച്ചും പറയുന്നുണ്ടല്ലേ? തീർച്ചയായും ശ്രുതി, കഴിഞ്ഞ ദിവസം ചേർപ്പിലെ കലുങ്ക് സൗഹൃദ സദസ്സിനിടെയാണ് ഒരു വയോധികന്റെ പരാതി സ്വീകരിക്കാത്ത വിവാദമുണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ കലുങ്ക് സൗഹൃദ സദസ്സിലും സമാനമായ മറ്റൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം നിക്ഷേപിച്ച 2 ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാനുള്ള ഒരു ആനന്ദവല്ലി എന്ന് പറയുന്ന വയോധികയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഇത്തരമൊരു ചോദ്യം ചോദിച്ചത്. എനിക്ക് എൻ്റെ പണം തിരിച്ചു കിട്ടണം, എന്തെങ്കിലും ചെയ്യൂ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോഴാണ് ചേച്ചി അധികം വർത്തമാനം പറയേണ്ട, ഇഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. അതായത് ഇത്തരത്തിൽ ഇഡി സ്വത്ത് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, ഇത് ഈ നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറാണ്, പക്ഷേ അത് സഹകരണ ബാങ്കുകളിലേക്ക് മാറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു സുരേഷ് ഗോപി ഉദ്ദേശിച്ചത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ കഴിയില്ല എന്ന് വയോധിക കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു. എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇരിങ്ങാലക്കുടയല്ലേ സ്വദേശം, ഇവിടെ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ MLA ഇല്ലേ, നിങ്ങളുടെ മന്ത്രി ഇവിടെ ഇല്ലേ എന്ന് സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചു. അപ്പോൾ സാറും എൻ്റെ മന്ത്രിയല്ലേ എന്നായിരുന്നു ആനന്ദവല്ലി ചോദിച്ചത്. അപ്പോൾ അല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഞാൻ മറുപടി നൽകിക്കഴിഞ്ഞു, ഇതേ പറ്റൂ എന്നും സുരേഷ് ഗോപി കർക്കശ ശബ്ദത്തോടുകൂടി തന്നെ പറയുന്നുമുണ്ട്. ഇരിങ്ങാലക്കുടയിലെ പരിപാടിക്കിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ മറ്റൊരു വിവാദം കൂടി. തീർച്ചയായിട്ടും വിവാദങ്ങൾ തുടരുകയാണ്. കലുങ്ക് സൗഹൃദ സദസ്സാണ് വീണ്ടും വിവാദത്തിലായിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായം തേടിയ വയോധികയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിഹസിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്.